നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം. അങ്ങനെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ചോറ്. വീട്ടിലിരുന്ന ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് അത് ഒരു ബുദ്ധിമുട്ട് കാരണം പുതിയൊരു സംരംഭം തുടങ്ങാനായി ഒരു പദ്ധതിയിട്ട് ആദ്യം വിചാരിച്ച് പൊതിച്ചോറ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു കടയിൽ പൊതിച്ചോറ് വെച്ചു. വളരെ നഷ്ടമായിരുന്നു. അങ്ങനെ അതിൽ ഒരു പൊതിച്ചോറ് കൊണ്ടൊരു സ്ഥാപനത്തിൽ കൊടുത്തു. അതിനുശേഷം അവിടുത്തെ സ്ഥാപനത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് 10-20 പേർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെതാണ് ചെറിയ രീതിയിൽ. ഇപ്പോൾ നമ്മൾ പൊതിച്ചോറ് റോഡിൽ കൊടുക്കുന്നതിനേക്കാൾ എന്തായാലും മെച്ചമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് അളവുണ്ട്. ആ അളവിനനുസരിച്ച് മാത്രം ചോറ് വെച്ചാൽ മതി. അപ്പോൾ അവർ കഴിക്കുന്നതിൻ്റെ ഒരു കണക്ക് വെച്ചാണ് അവർ ചെയ്യുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. എനിക്ക് പണിയില്ലാതെ നിൽക്കുന്നതിനെ കൊണ്ട് സഹായിക്കാമെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. തോനുണ്ട്, മെഴുക്കുവരട്ടുണ്ട്, അച്ചാറുണ്ട്. പിന്നീട് വരും കാണിക്കാം. മീനുണ്ട്, ചെറിയൊരു പീസ് മീനുണ്ട്. ഇത്രയും വച്ചിട്ടുണ്ട്. ആദ്യം ഒരാൾക്കായിരുന്നു ഊണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് 1 2 3 ഊണ് മാത്രമായിരുന്നു. ഇപ്പോൾ അത് രാവിലെ കൊടുക്കുന്നുണ്ട്. രാവിലെ ഉണ്ട്, വൈകുന്നേരമുണ്ട്. വൈകുന്നേരം കാപ്പിയാണ് കൊടുക്കുന്നത്. കാപ്പി ഓരോ ദിവസം ഓരോ ഇതാണ്. ചിലവർക്ക് ചപ്പാത്തി മതി, ചിലവർക്ക് ഇത് മതി. കുഴപ്പമില്ല, ഞാനിവിടെ സഹായിക്കുന്നത് കൊണ്ട് ആ സംഭവം അങ്ങനെ നടന്നു പോകുന്നു. ചെറിയൊരു വരുമാനമായി മാറിയിട്ടുണ്ട്. ജോലിയില്ല എന്നും പറഞ്ഞ് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മതി. എന്തിന് ഐ ഹോസ്പിറ്റലിൽ ഓപ്റ്റോമെട്രിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന വൈഫ്. അങ്ങനെ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നോക്കാൻ ബുദ്ധിമുട്ട് കാരണം അവിടുത്തെ ജോലി മതിയാക്കി. ഇതാകുമ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. കൊണ്ടുകൊടുക്കും. രാവിലെ വൈകുന്നേരം ഞാൻ കൊണ്ടു കൊടുക്കും. ഉച്ചയ്ക്ക് വൈഫ് തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത്. ഒരു 3-4 കിലോമീറ്റർ ദൂരെ പോകണം, എന്നാലും കുഴപ്പമില്ല. വീട്ടിൽ ഇരുന്ന് ചുമ്മാ സമയം കളയണ്ട. എന്തായാലും ഇതിന് തന്നെ ഒരുപാട് സമയം തികയുന്നില്ല. ഇങ്ങനെ പാക്ക് ചെയ്ത് ഇനി അതിൽ കറികളുണ്ട്. ഒന്ന് പേരെഴുതി മാറ്റാം. നമ്മളെല്ലാത്തിലും പേരെഴുതി മാറ്റാം. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇതാണ്. ചിലവർക്ക് മീൻ വേണ്ട, ചിലവർക്ക് മീൻ വേണം, മുട്ട വേണം. അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റുമാണ്. മീൻചാറ്, ചെറിയൊരു പീസ് കാണും. പരിപ്പ് കറി, രസം. എന്നും ഇതല്ല, മാറി മാറി കയറി. ചിലപ്പോൾ സാമ്പാറായിരിക്കും, മോര് കറി കാണും. അപ്പോൾ 3 ഐറ്റം സാധനം എന്തായാലും എന്നും കാണും കറിയിൽ. ഇത് ഡെയിലി നമുക്ക് സ്ഥിരമുള്ള ടീംസിന് കൊടുക്കുന്നതാണ്. സ്ഥിരം രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കുള്ളവർക്ക്. പിന്നെ അല്ലാതെ അഡീഷണൽ ഇവർ വിളിച്ച് പറയും 100 രൂപയ്ക്കുള്ള ഊണും വേണമെന്നും പറഞ്ഞിട്ട്. 100 രൂപയ്ക്കുള്ള ഊണിൽ നമ്മൾ മീൻ ചെറിയ കഷ്ണം ഇതേപോലെ പീസും വെച്ച് ഒരു മുട്ടയും കൂടെ പൊരിച്ച് വയ്ക്കും. ഇതാകുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. കുട്ടികളെ കാര്യങ്ങളും നോക്കാം. സ്കൂൾ വിട്ട് വന്നാലും വീട്ടിലെ നോക്കാമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡേ കെയറിലൊക്കെ ആക്കിയിരുന്ന കുട്ടികളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ക്യാഷും കൊടുത്ത് പിന്നെ വെളിയിൽ ജോലിക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായി. പിള്ളേരെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഇതായിട്ട് മുന്നോട്ട് പോകും. അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം.